This call is now being recorded. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, മെസ്സേജ് ഇടുകയോ എന്തെങ്കിലും ചെയ്യുക. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ എക്സാമിന് നാളെ തൊട്ട് എക്സാം ആണല്ലോ. സോ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പ്രിസം ചോദിക്കാം, പിരമിഡ് ചോദിക്കാം, കോണ് ചോദിക്കാം. നമ്മൾ എക്സാമിന് ചോദിച്ച ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ അത് നല്ല വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്കുക. ആൻഡ് ആൾസോ പ്രിസത്തിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. പെന്റഗണൽ പ്രിസം ചോദിക്കാം, ഹെക്സാഗൺ ചോദിക്കാം, സ്ക്വയർ ചോദിക്കാം. സോ ഏത് ചോദിച്ചാലും എഴുതുന്ന രീതിയിൽ പോവുക. അപ്പൊ നമുക്ക് ഇന്നൊരു പ്രിസം പഠിക്കാം, പെന്റഗണൽ പ്രിസം പഠിക്കാം. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ പെന്റഗണൽ പ്രിസം ഓഫ് ബേസ് എഡ്ജ് 30 mm and axis 65 mm which rests on a corner of its base on HP. അപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഇറ്റ് ഈസ് ഇംഗ്ലണ്ട് 35° to HP and 40° to VP. സോ 6 ഡ്രോയിങ്സ് ഉണ്ട്. അതായത് 35° to HP and 40, രണ്ട് ഇൻക്ലിനേഷൻ ഉണ്ട്. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് പെന്റഗണൽ പ്രിസം, ബേസ് എഡ്ജ് 30 mm and axis 65 mm. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എക്സ് ആക്സിസ് വരയ്ക്കുക. So first of all, draw ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ആഫ്റ്റർ ദാറ്റ് എക്സ് വൈ മാർക്ക് ചെയ്തു. സോ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് പെന്റഗണൽ പ്രിസം. സോ പ്രിസം ആണ് വരയ്ക്കാനുള്ളത്. ബേസ് എഡ്ജ് 30, ആക്സിസ് 65 mm. So first of all, I draw xy axis. So xy axis വരയ്ക്കുക. ആഫ്റ്റർ ദാറ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് പെന്റഗണൽ പ്രിസം ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രിസം ഓഫ് ബേസ് എഡ്ജ് 30 mm, ആക്സിസ് 65 mm, റെസ്റ്റ് ഓൺ എ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് ഓൺ HP. സോ ബേസ് ഓൺ HP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്, ടോപ്പ് വ്യൂ ബിലോ ആണ്, എക്സ് ആക്സിന് താഴെയാണ് വരയ്ക്കുന്നത്. ആൻഡ് കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് ഓൺ HP. കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് HP എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു പെന്റഗൺ എങ്ങനെ വരയ്ക്കും, ഡ്രോ പെന്റഗൺ ലൈക്ക് ദിസ്. ആദ്യം ഒരു ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഇവിടെ നിന്ന് 30 mm എടുക്കുക. എടുത്ത ശേഷം എന്ത് ചെയ്യുക, ഇവിടെ 108 എടുക്കുക, ഇവിടെ 108 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 30 എടുത്ത് ഈ പോയിന്റ് കട്ട് ചെയ്യുക, ഈ പോയിന്റിലും കട്ട് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് ഈ പോയിന്റ് കട്ട് ചെയ്യുക, ഈ പോയിന്റ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ 30 കട്ട് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് ഇവിടെ 30 കട്ട് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി പെന്റഗൺ. സോ ദിസ് ഇസ് എ പെന്റഗണൽ പ്രിസം. സോ അതുകൊണ്ട് സെന്റർ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ട്, ബട്ട് ആക്സിസിന് വേണ്ടി മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ 54° ഓൺ ബോത്ത് സൈഡ്സ് എടുക്കുമ്പോൾ നമ്മൾ പെന്റഗൺ കിട്ടും. അതിന് നേരെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ ആക്സിസ് ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ആക്സിസ് ഹൈറ്റ് ലോങ് ലൈൻ ഡോട്ട്, ലോങ് ലൈൻ ഡോട്ട്. ഇതിനെല്ലാത്തിനെയും മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, സോ ഹിയർ ദ എ ബി സി ഡി ഇ ഇതാണ് നമ്മുടെ ടോപ്പ് ഫേസ്. ഇനി നമുക്ക് അതിനെ താഴത്തെ ഫേസിൽ എഴുതാം A1, ഇത് B1, ഇത് C1, D1 ആൻഡ് E1. അപ്പൊ നമുക്ക് ടോപ്പ് ഫേസ് ഇവിടെ മാർക്ക് ചെയ്യാം. A ഡാഷ്, B ഡാഷ്, ഇവിടെ വരും, B ഡാഷ്, C ഡാഷ്, D ഡാഷ്, E ഡാഷ്. സിമിലർലി ഹിയർ A1 ഡാഷ്, B1 ഡാഷ്, C1 ഡാഷ്, D1 ഡാഷ്, E1 ഡാഷ്. സോ ഫസ്റ്റ് ടോപ്പ് ഫേസിൽ കോർണർ കണ്ടീഷനിൽ പ്രിസം വരച്ചു. നെക്സ്റ്റ് ഈസ് എന്താണ്, നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ ആണ്. റെസ്റ്റ് ഓൺ കോർണർ ഓഫ് ഫേസ്, ആക്സിസ് ഇംഗ്ലണ്ട് 35° to HP. അപ്പൊ ആക്സിസ് ഇംഗ്ലണ്ട് ആകുമ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്, ആക്സിസ് ബേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ബേസ് കണ്ടുപിടിക്കാനായിട്ട് ബേസ് ഈസ് ഈക്വൽ ടു ആക്സിസ് 90 മൈനസ് ആക്സിസ് ആംഗിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബേസ് ആംഗിൾ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടുന്ന് ബേസ് ആംഗിൾ, അപ്പൊ ഈ പോയിന്റ് അതായത് ഈ ലൈൻ അല്ലേ, നമുക്ക് വേറെ കളർ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പം ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസ് വേണമെങ്കിൽ തിക്നെസ്, ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടോട്ട് വരും. ഓക്കെ, എത്രയാണ് ആംഗിൾ ഞാൻ പറഞ്ഞ, ബേസ് 90 മൈനസ് ആക്സിസ് ആംഗിൾ. ആക്സിസ് ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾ 35 ആകുമ്പോൾ എത്ര വരും, 55 വരും.
എന്ത് ചെയ്യുക, ഇതേ ലെങ്തിനെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും ലോങ് ലൈൻ ഡോട്ട് ആക്സിസ് വരയ്ക്കുക. ദെൻ ഇത് വരയ്ക്കുക. ദെൻ ഇവിടെ എന്താണ് A' A1' E1' E1' ഇവിടെ അത് അതേ പോയിന്റ്സ് എല്ലാം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ താഴോട്ട് നേരത്തെ ചെയ്ത പോലെയുള്ള എല്ലാ പോയിന്റ്സിനെയും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അതൊക്കെ അല്ലേ. അപ്പം ഇതെല്ലാം അതിന് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് 2 പെന്റഗണൽ പ്രിസം കിട്ടി. ഇവിടെ ഒരു പാർട്ട് കിട്ടും, ദെൻ ഇവിടെ ഒരു പാർട്ട് കിട്ടും. ഓക്കെ. സോ എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യുക. ദിസ് വൺ ക്രിയേറ്റ് റെക്ടാംഗിൾ ഹിയർ. സോ ആ പോയിന്റ്സ് എല്ലാം നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ് പോലെ ഇവിടുത്തെ എയും ഇവിടുത്തെ എയും ഇവിടുത്തെ A1 ഇവിടുത്തെ A1 അങ്ങനെ മാർക്ക് ചെയ്ത് മൊത്തം പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യുക. തന്നെ ഇവിടെ റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയേഴ്സ് തന്നെയാണ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്യുക, റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ 40 ഡിഗ്രി എടുക്കുക. ഇവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ. ഇവിടെ അതേപോലെ പെന്റഗൺ ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ പെന്റഗൺ ക്രിയേറ്റ് ചെയ്യാം. സോ ദാറ്റ് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ നിന്നുള്ള പോയിന്റ്സ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഫൈനലി നമുക്ക് ഇവിടെ ഒരു പെന്റഗൺ ഷേപ്പ് കിട്ടും. ഓക്കെ. സോ ഇതിന്റെ ഒരു PPT ഉണ്ട് കാണിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ അതിന്റെ മെയിൻ ആയിട്ടുള്ള. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് പെന്റഗൺ പ്രിസമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് വെച്ചിട്ടുണ്ട്. ബേസ് ഓൺ HP ആയതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും, ടോപ്പ് വ്യൂ വരയ്ക്കും. അതായത് ബിലോ എക്സ് ആക്സിസിൽ നമ്മൾ വരയ്ക്കും. ഓക്കെ. സെക്കൻഡ് തിങ് ഈസ് കോർണർ കണ്ടീഷനിലാണ് വരയ്ക്കുക. അപ്പോൾ കോർണർ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന രീതിയിൽ കോർണർ വരയ്ക്കുക. ദെൻ തേർഡ് വൺ നമ്മുടെ ആംഗിൾ 35 ഡിഗ്രി ടു HP ആണ് നമ്മളിവിടെ ബേസ് ആംഗിൾ 55 ഡിഗ്രി 40 ഡിഗ്രി ടു VP ആണ് നമ്മൾ ഇവിടെ റെക്ടാംഗിൾ. ദാറ്റ് ഈസ് ദി ആൻസർ. സോ സിമിലർലി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. സ്ക്വയർ പ്രിസം ചോദിച്ചാലും ആ കണ്ടീഷൻ വെച്ച് വരയ്ക്കും. ഫോർ എക്സാമ്പിൾ എക്സാമിന് സ്ക്വയർ പ്രിസമോ പെന്റഗണൽ പ്രിസമോ ഹെക്സാഗണൽ പ്രിസമോ ഏത് ചോദിച്ചാലും വരയ്ക്കാൻ അറിയണം. ഫോർ എക്സാമ്പിൾ സ്ക്വയർ പ്രിസം ആണ് ഇതിന്റെ ബേസിസിലാണ്. കോർണർ കണ്ടീഷൻ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് സ്ക്വയർ വരയ്ക്കുക, മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, സ്ക്വയർ നമുക്ക് ക്രിയേറ്റ്. എന്നിട്ട് ബേസ് ആംഗിൾ എത്രയാണോ അത് വെച്ച് ക്രിയേറ്റ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്ക് ഈ പാർട്ട് ഇവിടെ 2 സ്ക്വയർ കിട്ടും, ഇവിടെ ഒരു സ്ക്വയർ കിട്ടും, ഇവിടെ ഒരു സ്ക്വയർ കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിനെ 90 ഡിഗ്രി ആംഗിൾ എടുത്ത ശേഷം മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ബേസിക് തിങ് നോക്കുക. 3 കാര്യങ്ങളാണ്. ബേസ് ഓൺ HP ആണോ നോക്കുക, എന്നാൽ ബിലോ എക്സ് ആക്സിസിൽ വരയ്ക്കുക. അതൊന്ന് ക്ലിയർ ആയിട്ട് എഴുതി തരാം. ആ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രിസം ആണോ പിരമിഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ആദ്യം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രിസം ആണോ പിരമിഡ് ആണോ. സെക്കൻഡ് തിങ് ഈസ് ടോപ്പ് ബേസ് ഓൺ HP ആണോ VP ആണോ നോക്കുക. ബേസ് ഓൺ HP ആണെങ്കിൽ എന്ത് ചെയ്യുക, ബിലോ എക്സ് ആക്സിസിൽ നമ്മുടെ ഷേപ്പ് വരയ്ക്കുക. ബേസ് ഓൺ VP ആണെങ്കിൽ എബോവ് എക്സ് ആക്സിസിൽ നമ്മൾ ബേസ് ഷേപ്പ് വരയ്ക്കും. ബേസ് ഷേപ്പ് ഏതാണ്, പെന്റഗൺ ആണ്. പെന്റഗൺ ആണോ ഹെക്സഗൺ ആണോ അല്ല സ്ക്വയർ ആണോ ഏതാണെന്ന് വെച്ചാൽ അത് വരയ്ക്കുക. മൂന്നാമത്തെ കേസിൽ എന്താണ്, ഇറ്റ് ഈസ് കോർണർ കണ്ടീഷൻ ആണോ എഡ്ജ് കണ്ടീഷൻ ആണോ നോക്കുക. കോർണർ ഓർ എഡ്ജ് ഏതാണോ നോക്കുക. അതനുസരിച്ചിട്ട് കോർണർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും. കോർണർ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന രീതിയിൽ. എഡ്ജ് ആണെങ്കിൽ എന്തായാലും ഇങ്ങനെ വരയ്ക്കും. ഈ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പ്രിസത്തിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് വരയ്ക്കാമോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഒരു PPT ആയിട്ട് കാണിച്ചു തരാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ആരും മിണ്ടുന്നില്ല. എല്ലാരും ഉണ്ടോ അവിടെ? ഉണ്ട് സാർ. ഓക്കെ. അപ്പൊ നമുക്ക് വരയ്ക്കാമോ, സ്റ്റാർട്ട് ചെയ്യാം? നിങ്ങളിവിടെ സഹകരിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. മാർക്ക് നല്ല രീതിയിൽ കിട്ടണം. നാളെ തൊട്ട് എക്സാം ആണ്. ഞാൻ ഒരു PPT സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു PPT ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് നോക്കി വരയ്ക്കാം. ഹെക്സഗണൽ പിരമിഡ്. ഓക്കെ. എനിവേ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കാനുള്ളതെന്ന് അറിയാമല്ലോ. ഓക്കെ. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക. ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക എക്സ് ആക്സിസിൽ. അതായത് ബുക്ക് എൻ്റെ ലാൻഡ്സ്കേപ്പ് മോഡൽ വെച്ചിട്ട് ഈ രീതിയിൽ ഒരു എക്സ് ആക്സിസ് വരയ്ക്കുക. വരച്ച ശേഷം എല്ലാവർക്കും എനിക്കറിയാം പെന്റഗൺ വരയ്ക്കാൻ അറിയാമല്ലോ. സോ പെന്റഗൺ കോർണർ കണ്ടീഷനിൽ വരയ്ക്കുക. എങ്ങനെ കോർണർ കണ്ടീഷനിൽ വരയ്ക്കും,
ഈ ലൈനിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ വരച്ച ശേഷം ഇവിടെ എത്ര എടുക്കുക 30 എടുക്കുക. എന്നിട്ട് 108 ഓൺ ബോത്ത് സൈഡ്സ് എടുത്ത ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. 30 എടുത്ത് കട്ട് ചെയ്യുക. ഇനി 30 എടുത്ത് ഓപ്പോസിറ്റ് കട്ട് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ഈ പാർട്ട്. ഇനി അടുത്ത എന്ത് ചെയ്യുക, ഇതിന് നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇവിടെ സെന്റർ കണ്ടുപിടിക്കുക. 54 ഡിഗ്രി വെച്ചിട്ട് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് വരയ്ക്കാമല്ലോ. എന്നിട്ട് ആക്സിസ് ഹൈറ്റ് എത്രയാണ്, 65 തന്നിട്ടുണ്ട്. സോ 65 വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് എളുപ്പമാണ്, പിരമിഡ് പോലെ പാടുള്ളതെന്നല്ല, എളുപ്പമാണ്. അതിന് ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ പോലെ കിട്ടും. അപ്പോൾ ആദ്യം ഇത്രയും വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, പോയിന്റ്സ് ഇതിൽ 2 പോയിന്റ്സ് വരും. പ്രിസം എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് പ്രിസം ആക്ച്വലി വരുന്നത് അല്ലേ, ഇങ്ങനെയാണ് പ്രിസം വരുന്നത്. നമ്മുടെ പ്രിസം എന്ന് വെച്ചാൽ പ്രിസം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്. ഇത് എ, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി, ഇവിടെ ഇ ആണ്. ഇത് എയുടെ നേരെ താഴെ A1, ബിയുടെ താഴെ B1, സിയുടെ താഴെ C1, ഡിയുടെ താഴെ D1, ഇയുടെ താഴെ E1. സോ നമ്മളിവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും, A1 ബ്രാക്കറ്റിൽ, B1 ബ്രാക്കറ്റിൽ. അതായത് ടോപ്പിൽ നോക്കുമ്പോൾ ABCDE കാണാം. അപ്പോൾ ABCDE നമുക്ക് അതേപോലെ അങ്ങ് എഴുതാം. ബട്ട് താഴെ കാണുന്ന A1, B1, C1, D1 ഒക്കെ കാണാൻ പറ്റാത്ത പാർട്ടുകളാണ്. അതാണ് E1 വരുന്നത്. അതേപോലെ ഇവിടെ എന്താണ്, A ഡാഷ്, B ഡാഷ്, C ഡാഷ്, D ഡാഷ്, E ഡാഷ്, E ഡാഷ് ഇങ്ങനെ വരും. D ഡാഷ് ഇവിടെ വരും, E ഡാഷ് ഇവിടെ വരും. സിമിലർലി ഇവിടെ A1 ഡാഷ്, B1 ഡാഷ്, C1 ഡാഷ്, D1 ഡാഷ്, E1 ഡാഷ് ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, സോ സിമിലർലി അപ്പോൾ ഈ പടം ആദ്യം ക്ലിയർ ആയിട്ട് അതിനുശേഷം അടുത്ത ഡ്രോയിങ് വരയ്ക്കാമല്ലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ, സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്മൾ ആൾറെഡി നമ്മുടെ ഇതിൽ ഗ്രൂപ്പിലുണ്ട്. ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അത് നോക്കി എഴുതിയാലും മതി. ആൻസർ കണ്ട അതിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞതെന്ന് വെച്ചാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങളുടെ ഗ്രൂപ്പിൽ നോക്കിയാൽ 6th ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ക്വസ്റ്റ്യൻ നമ്പർ അതൊക്കെ എഴുതിയത് ആൻസർ അത് നോക്കി ചെയ്ത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്തു, കാരണം പ്രിസം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിരമിഡും പ്രിസവും എല്ലാം ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് അതുകൊണ്ട് വേണ്ടി ഞാൻ പ്രിസം ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് 6th ക്വസ്റ്റ്യൻ എടുത്തു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഇതുവഴി തന്നെ ഡിസ്കസ് ചെയ്യാം. സാർ മൊഡ്യൂൾ ടെസ്റ്റിന് സോളിഡ്സ് ഉണ്ടോ? മൊഡ്യൂൾ ടെസ്റ്റിന് സോളിഡ്സ്, മൊഡ്യൂൾ ടെസ്റ്റില്ല, സീരീസ് എക്സാം സോൾഡ് ഉണ്ട്. അതെ, സീരീസിന് സോളിഡ്സ് ഉണ്ടോ? ഉണ്ട്. സോളിഡ്സിലെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. അത് ഒരു പാർട്ടാണ്. നമ്മൾ 50 മാർക്കിന്റെ ക്വസ്റ്റിന് 25 മാർക്കിനും സോളിഡ്സ് ആണ്, 25 മാർക്കിനും സ്ട്രൈറ്റ് ലൈൻ ആണ്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സ്ട്രൈറ്റ് ലൈൻ മാത്രം പഠിച്ച് 25 മാർക്കേ കിട്ടത്തുള്ളൂ. 50 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യനിൽ 2 പാർട്ടായിട്ട്, പാർട്ട് എയിൽ 3-ൽ 2 ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ 3-ൽ 2 ക്വസ്റ്റ്യൻ. പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്ട്രൈറ്റ് ലൈൻ ആണ്, 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ 2 അറ്റൻഡ് ചെയ്യണം, 25 മാർക്ക് കിട്ടും, 12.5 വെച്ച്. സെക്കൻഡ് മോഡ്യൂൾ 2-ൽ അത് സെപ്പറേറ്റ് ആണ്, അത് അറ്റൻഡ് ചെയ്തെങ്കിൽ 25 മാർക്കിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അടുത്ത ഒരു കെമിസ്ട്രി ആണ് കേട്ടോ. നമുക്ക് 6 അവർ എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ചുരുക്കിയതുകൊണ്ട് നമുക്ക് 1 അവർ വീക്കിലി ഒന്ന് കുറച്ചിട്ടുണ്ട്. 4 അവറല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പം. 6 അവർ എന്നുള്ളത് 4 അവർ ആക്കിയില്ലേ ഓൺലൈനിൽ. മാറ്റം